ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഈ ഗുഡ് മോർണിംഗ് പറയണ അമ്പൂനെ കണ്ട എന്തെങ്കിലും വേദനയുള്ളതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? പക്ഷെ ഉണ്ട്. ഇന്ന് വെറും അമ്പുജാക്ഷി അമ്മയല്ല, പാവം ഞൊണ്ടി അമ്പുജാക്ഷിയായിരുന്നു. രാവിലെ കാല് ഞൊണ്ടി കൊണ്ട് നടക്കുമായിരുന്നു. വേദന എന്ന് പറഞ്ഞ വേദനയായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം, ഹോസ്പിറ്റലിൽ പോകാണ്ട് വിടുകയില്ല. പറയുമ്പോൾ അമ്മ പുതിയൊരു മാർഗ്ഗം കണ്ടുപിടിച്ചു. എന്താ അറിയോ, ഈ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര മടിയാണ്. അത് കാരണം അമ്മ എന്ത് പറഞ്ഞു, രഞ്ജിത്ത് വൈദ്യർ ഒഴിഞ്ഞ് മാറ്റിക്കൊള്ളും പറഞ്ഞു. അപ്പം ഞാനൊരു 1.5 ഒഴിഞ്ഞു. അതിൻ്റെ വേദനയാണ് ആ കണ്ണുകളിൽ കണ്ടുകൊണ്ടുള്ളത് അല്ലേ. അപ്പം എന്ത് ചെയ്യാന്ന് പറഞ്ഞ ഒരു പകുതി, ഒരു കാൽഭാഗം ഒക്കെ മാറി തോന്നുന്നു അല്ലേ? പേടിക്കണ്ട. അല്ലല്ല, ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം മാറും. അപ്പോൾ അവിടെ ഒരു ഇഞ്ചക്ഷനും കൂടി കുത്തി എല്ലാം കറക്റ്റ് ആവും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. എന്താ അറിയോ, ഇന്നൊരു ചപ്പാത്തി റോൾ ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലൊക്കെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടോ. അല്ലാണ്ട് അതിൽ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇട്ടിട്ടല്ല. നമ്മൾ സാധാരണ വീട്ടിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ട് ഒരു എപ്പോഴും നമ്മൾ ചപ്പാത്തി വെറുതെ തന്നെ കഴിക്കുക. അപ്പോൾ ഇത് ഒരു കോഴിമുട്ടയും കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ആയിക്കോട്ടെ, അതൊരു നല്ല പരിപാടിയാണല്ലോ. സാധനങ്ങൾ പച്ചമുളക്, മല്ലിയില, തക്കാളി, സബോള, ക്യാരറ്റ്, ക്യാബേജ് ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട കുറച്ച് കുരുമുളക് ഉപ്പിട്ടിട്ട് ഇങ്ങനെ അടച്ചു വെച്ചു. പിന്നെ ചപ്പാത്തി നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം. അല്ലെങ്കിൽ നമുക്കത് അപ്പം തന്നെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പം നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് ആവിയേറ്റിരിക്കാം. ഓക്കെ. ഇന്നും മറ്റേ അമ്മേൻ്റെ അടുത്ത് ചുണ്ടി കാണിക്കാൻ വന്ന 100% ഉറപ്പാണ് ആ ചട്ടം കൊണ്ട് എനിക്ക് കിട്ടുന്നത്. അല്ല, ഇന്ന് പറയാൻ തോന്നണില്ല, പാവം തോന്നാണ്. എന്താ ചെയ്യാ, എനിക്കാണെങ്കിൽ ഒരു അങ്ങനെ പറയരുത് കേട്ടോ. അങ്ങനെ ചിന്തിക്കാനും കൂടി പാടില്ല കേട്ടോ. ഒരിക്കലും ഒരു വേദനയും വരാണ്ടിരിക്കട്ടെ അമ്മ. അപ്പൊ ഞാൻ ശരിക്കും നമുക്ക് വലിയൊരു ശല്യാണ്. അപ്പൊ വേദന വന്നിട്ട് എങ്ങനെ മിണ്ടാണ്ടിരിക്കട്ടെ പറഞ്ഞ ഇങ്ങനെയൊക്കെ എൻ്റെ അമ്മ പറഞ്ഞല്ലോ. ഭയങ്കര വിഷമായി എന്നൊന്നും അമ്മ വിചാരിക്കണ്ട. ഇന്നൊരു ദിവസം മാത്രമേ ഞാൻ അമ്മേനെ ഒഴിവാക്കുള്ളൂ, അത് അമ്മ വിചാരിച്ചോട്ടോ. പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കണേ ഞാൻ നിർത്തില്ല കേട്ടോ. ഈ പാചകം ഒരുവിധം കാണിക്കുക, എന്നിട്ട് ഒരു ചോദ്യം ചോദിക്കാണ്ട്, ഒരു സിമ്പിൾ ചോദ്യമാണെന്ന്. ഇന്ന് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളൊന്നും ഞാൻ അമ്മേനോട് ചോദിക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇത് കഴിഞ്ഞാൽ നമ്മൾ പോവില്ല പുറത്തേക്ക്. അമ്മ പഠിച്ചു കേട്ടോ, എല്ലാം പഠിച്ചു. ഇവന്റെ ഓരോ കളിയാക്കുന്നതിന് ഞാൻ നേരത്തെ കൂടി പ്രിപ്പയർ ചെയ്യണം. അമ്മ ഒരു സെറ്റപ്പിലെത്തി. അതൊക്കെ ഒന്ന് വാടുകയുണ്ട്, അതൊന്ന് വേവേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അപ്പം എല്ലാം ഓരോന്നായിട്ട് കിട്ടും. ക്യാബേജ് എല്ലാം കൊടുക്കാം, ഒക്കെ ഒരുമിച്ചങ്ങ് കഴിഞ്ഞ പച്ചമുളക്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ചപ്പാത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കറി, ഒരു ചമ്മന്തി അങ്ങനെയൊക്കെ കഴിക്കുന്നതിനെക്കാളും ഒരു വ്യത്യസ്തമായ ഒരു രീതിയിൽ നമുക്ക് ചപ്പാത്തി കഴിക്കാം അല്ലേ? എപ്പോഴും നമ്മൾ ചപ്പാത്തി കറിയൊക്കെ കൂട്ടി കഴിക്കും. എന്നെ പോലെയുള്ള പിഞ്ചു കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇത് ഇഷ്ടപ്പെടും. ഇവനിതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ശരിക്കും അതിൻ്റെ പോയിന്റ് നമുക്ക് മനസ്സിലായി. അപ്പോൾ കുറച്ച് ഉപ്പ്, അധികം ഉപ്പിടുന്നുണ്ട്. ഉപ്പ് പാകത്തിന്, അതിലൊക്കെ ഉപ്പുണ്ടാവുമല്ലോ മുട്ടയിലൊക്കെ. അപ്പോൾ ഇതിന് മുട്ടയും കൂടി ഉണ്ടോ? മുട്ട ഇതിന് മുട്ടയില്ല. ഇത് സത്യത്തിൽ പറയുകയാണെങ്കിൽ അമ്മ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. എന്താ പറയുക, നമ്മൾ കുട്ടികൾക്ക് അങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തൊരു സന്തോഷം ഉണ്ട്. പക്ഷേ ചീസൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെടും. ചീസ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഇഷ്ടപ്പെടും. പിന്നെ ഇതൊരു എനർജി ഫുഡും കൂടിയാണ്. ഇത്രയും വെജിറ്റബിൾസ് ഒക്കെ ആ ചപ്പാത്തിയിലൊപ്പം അങ്ങനെ കഴിക്കില്ലേ നമ്മൾ, അല്ലേ? അപ്പം എന്തായാലും പച്ചക്കറികൾ ഇനിയും ബീൻസും ഇതൊക്കെ ഇടാൻ പറ്റും. ഉരുളക്കിഴങ്ങ് അതൊക്കെ അങ്ങനെയുള്ളതെല്ലാം ചരണ്ടിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതൊന്നും കുഴപ്പമില്ല. എന്താ പറയുക, ഗ്രേറ്റ് ചെയ്തിട്ട് ചരണ്ടി ഗ്രേറ്റ് ചെയ്തിട്ട് കേട്ടോ. അതിന് നീ കറി വെക്കണ്ട കേട്ടോ. ഇപ്പോ ഞാൻ അമ്മേൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കാൻ പോകുന്നുണ്ട്. എന്താ അറിയോ, ഇത്ര വാടിയാൽ മതി. നീ മല്ലിയിലിടാം. എന്താ പറയുക, വേവരുത്. വെന്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ചോദ്യം ചോദിച്ചാൽ ഈ പറയണ കാര്യം മിസ്സായി പോകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം കേട്ടോ. എന്താ പറയുക, അപ്പോൾ അങ്ങനെ ഒന്ന് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് പഠിക്കാനോ. അറിയാതല്ല, എന്നാലും നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് അപ്പോൾ
ഇത് ഇത്രയും മതി കേട്ടോ. ഇങ്ങനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതെന്തിനാ? അതാണ് ഇനിയാണ് പരിപാടി. ഓക്കെ, ഞാൻ കല്ലിൽ ചൂടാവട്ടെ. ഇതല്ല, ഇത് ഇത്രയേ ഉള്ളൂ. ഇത്രയും വാടാൻ പാടുള്ളൂ. മുഴുവൻ കൂടി വെന്തിട്ട് ഇതാവാൻ പാടില്ല. വെന്തുടയാൻ പാടില്ല. വാടണം അത്രയും. ഒന്ന് വാട്ടിയെടുക്കുക. ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് ഇതിലൊരു സ്പൂൺ ഇടാം. ഇത് മുഴുവൻ ശരിയാവില്ല. നല്ല കളർഫുള്ളാണല്ലേ കാണാൻ. കഴിക്കാനും നല്ലതാണ്. ഇപ്പം നോക്കിക്കോ, നിനക്ക് ഇഷ്ടപ്പെടും. കാണുമ്പോൾ തന്നെ നീ പറയും എനിക്കിഷ്ടമാണ്. എന്താ പറഞ്ഞാൽ നീ കഴിച്ചിട്ടുണ്ട്. അപ്പം നിനക്ക് കാണുമ്പോൾ ഞാൻ കാണിച്ചെല്ലാം ഉണ്ടാക്കിയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഞാൻ അമ്മ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും അമ്മ അത് പറഞ്ഞാൽ മതി. എന്താ അറിയോ? ഹൂ ഈസ് ദ റിയൽ മോട്ടിവേറ്റർ എന്ന് വെച്ചാൽ ആരാണ് യഥാർത്ഥമായ മോട്ടിവേറ്റർ? ആ ചോദ്യത്തിന് അതല്ല, ഞാൻ ഇംഗ്ലീഷ് മനസ്സിലാവില്ല എന്നല്ല പറഞ്ഞത്. ആ ചോദ്യത്തിന് ഞാൻ തന്നെ അതിന്റെ താഴെ ഒരു ഡെഫിനേഷൻ കൊടുക്കാം. ഇത് ഗോൾഡ് വിന്നറും നെയ്യും കൂടി കലർന്നതാണ് ഞാൻ ഒഴിക്കുന്നത്. അത് വേണമെങ്കിൽ വെറും നെയ്യോ അങ്ങനെ എന്ത് വേണമെങ്കിലും. ഓക്കെ, നമുക്ക് മുട്ട ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇത് മുട്ടയിൽ എന്താ പറയുക, ഒരിത്തിരി കുരുമുളകും പിന്നെ എന്താണ് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മേലെ ഈ ചപ്പാത്തി ഉണ്ടാക്കി വെച്ച ചപ്പാത്തിനെ ഇങ്ങനെ വെച്ചു കൊടുക്കും. ആഹാ, ഇങ്ങനെ നല്ല പരിപാടിയാണുള്ളത്. നല്ലത് ഇങ്ങനെ വെച്ചു കൊടുക്കും ചപ്പാത്തി. മുട്ടയൊന്ന് വേവട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചത് ആരാണ് യഥാർത്ഥത്തിലെ മോട്ടിവേറ്റർ എന്ന് വെച്ചാൽ, ഇപ്പൊ അമ്മ ഒരു മോട്ടിവേറ്റർ ആണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചോളൂ. ഒരാള് അമ്മേനടുത്ത് എന്തെങ്കിലും പറയുമ്പോഴേക്കും അമ്മ കറിയാണെങ്കിൽ അമ്മ യഥാർത്ഥത്തിൽ ഒരു മോട്ടിവേറ്റർ ആണോ? അതേപോലെ ഒരാൾ ദേഷ്യപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും നിങ്ങൾ മുമ്പത്ത് വന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പെട്ടെന്ന് എടുത്തു ചാടി ദേഷ്യപ്പെട്ട് അതിന് രണ്ടിരട്ടി നിങ്ങൾ കൂടുതൽ അവരോട് പ്രതികരിക്കുകയാണെങ്കിൽ നിങ്ങളൊരു മോട്ടിവേറ്റർ ആകുമോ? അപ്പോൾ ഒരു മോട്ടിവേറ്ററിന് വേണ്ട ആദ്യത്തെ ഗുണങ്ങൾ എന്താണ്? ആദ്യത്തെ ഗുണം ക്ഷമ. എന്താ അറിയോ, ഇപ്പൊ വലിയ വലിയ ആൾക്കാരെ നീ കണ്ടിട്ടുണ്ടോ? വലിയ വലിയ ആൾക്കാരെ നീ കാണാത്തവരല്ല, എന്നാലും കേട്ട് കേൾവിണ്ടല്ലോ. ഇതൊന്ന് മറിച്ചിടുക. യെസ്, ആഹാ, അടിപൊളിയായാലമ്മ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെ അപ്പോൾ ഒരു 2 മുട്ടയും കൊണ്ട് 3 എണ്ണൊക്കെ ഉണ്ടാക്കാം. അതൊക്കെ അവൻ നല്ല ഇഷ്ടം കേട്ടോ. ഇനി ഇതാ ഈ ഇത് വെച്ച് കൊടുക്കുക. അങ്ങനെ കണ്ടോ, ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെജിറ്റബിൾസ് നല്ല കളർഫുള്ളായി, കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റി ആയിരിക്കും. കുട്ടികളൊക്കെ ആണെങ്കിലേ വെജിറ്റബിൾസ് തിന്നാത്തവർക്കാണെങ്കിൽ കുട്ടിയോടാണല്ലോ, ഒരു കുട്ടി ഇവിടെ ഉണ്ടല്ലോ, അവർക്ക് നല്ല ഇഷ്ടപ്പെടും. അവർക്കല്ല, എനിക്ക്. ഇനി കണ്ടില്ലേ, ഇപ്പൊ കണ്ടോ, ഇനി എത്തുക നമുക്കിതാ മടക്കണം. അങ്ങനെ മടക്കേ ഫിനിഷ്. വേണമെങ്കിൽ റോളാക്കിയിട്ട് എടുക്കാം, അല്ല ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ കൂട്ടിയിട്ട് സോസൊക്കെ കൂട്ടി തിന്നാൻ നല്ല രസമാണ്. കണ്ടോ, അതിൻ്റെ ഒരു എന്തെങ്കിലും ഒന്ന് കിടക്കണമെങ്കിൽ അതൊന്നും നമ്മൾ വേസ്റ്റാക്കില്ല. അത് വേസ്റ്റാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചതിൻ്റെ മറുപടി പറയാൻ പറ്റില്ല അമ്മയ്ക്ക്? പറ്റും. ഇതിനിപ്പോൾ ഒന്ന് കാണിച്ചല്ലോ. അപ്പോൾ അമ്മയുടെ അഭിപ്രായത്തിൽ അമ്മ കാണുന്ന റിയൽ മോട്ടിവേറ്റർ ആരാണ് എന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ നമ്മൾ പറയുന്ന പോലെ നമുക്ക് പെരുമാറാൻ സാധിക്കില്ല. അത് സാധിക്കണമെങ്കിൽ ഒരു മഹത്തായ വ്യക്തിത്വം വേണം. ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ പറയാം. ഇപ്പൊ നമ്മളൊക്കെ അറിയുന്ന വിവേകാനന്ദ സ്വാമിജി ആവട്ടെ, നാരായണ ഗുരു സ്വാമിജി ആവട്ടെ, എന്തിന് നമ്മുടെ ക്രൈസ്റ്റ് ആവട്ടെ, യേശു ആവട്ടെ, കൃഷ്ണനാവട്ടെ, മുഹമ്മദ് നബി ആവട്ടെ, ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഒരു മോട്ടിവേറ്ററായി എന്ന് വെച്ചാൽ അവരൊക്കെ മോട്ടിവേഷൻ ചെയ്ത ആൾക്കാരാണ്. എന്തുകൊണ്ടായി എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ അറിയാമായിരുന്നു, ഏത് സാഹചര്യത്തിലും പുഞ്ചിരിക്കാൻ അറിയാമായിരുന്നു. നമ്മുടെ സാധാരണ മനുഷ്യന്മാർ ഇപ്പം നമ്മളൊക്കെ ഒരു മോട്ടിവേറ്റർ ആണെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തിരസ്കരിക്കേണ്ടത്
നമ്മുടെ ദേശത്തെയാണ്. അവനവൻ്റെ ഉള്ളിലെ ദേശത്തെ നിയന്ത്രിക്കാൻ ആർക്ക് കഴിയുമോ അവൻ തന്നെയാണ് യഥാർത്ഥ മോട്ടിവേറ്റർ. അതുപോലെ നമ്മളെ ഒരുപാട് സങ്കടപ്പെടുത്താൻ സ്വാഭാവികമായിട്ടും ഈ ലോകം മുഴുവൻ ചൊറിച്ചിലും കൊണ്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർ നമ്മളിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്കനുസരിച്ച് തിരിച്ച് നമ്മൾ ചൊറിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻസ്പിറേഷൻ തോട്ട്സ് മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഉള്ളിൽ നമ്മളൊരു മോട്ടിവേറ്റർ ആണെങ്കിൽ നല്ല ഇൻസ്പിറേഷൻ തോട്ട്സുകൾ ആൾക്കാർക്ക് കൊടുക്കാനുള്ള വ്യക്തിത്വം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളൊന്നിനും പതറാൻ പാടില്ല, അല്ലേ? നമ്മൾ സ്വയം പതറിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് മോട്ടിവേറ്ററാണ് നമ്മൾ എന്നുള്ള ചിന്ത വേണം. അങ്ങനെ മോട്ടിവേറ്റർ ആയിട്ടുള്ള ആൾക്കാർക്ക് ലെജൻസുകളായി മാറിയിട്ട് അവരാണ് യഥാർത്ഥ മോട്ടിവേറ്റർ. അവർ ജീവിതം കൊണ്ട് ഒരു സന്ദേശം എഴുതി പോയി. ആ മഹത്തായ വ്യക്തിത്വങ്ങളൊക്കെ നമ്മളെന്നും ദൈവത്തിൻ്റെ സ്ഥാനത്ത് വെച്ചിട്ടാണ് നമ്മൾ ഓർക്കുന്നത്. നമ്മളൊക്കെ എന്താ അറിയോ, ഒരു പെയിൻ കില്ലർ ആവണം. എപ്പോഴും വേദനകൾ മാറ്റാനുള്ള ഒരു പെയിൻ കില്ലർ ആവണം, ഒരിക്കലും ഒരു ഡിസീസ് ആവാൻ പാടില്ല. എന്ന് വെച്ചാൽ ഈ പകർച്ചവ്യാധിയൊക്കെ ഇല്ല, അതുപോലെ തന്നെ ഡിസീസ് ഒരിക്കലും ആവാൻ പാടില്ല. നമ്മൾ എന്നൊരു പെയിൻ കില്ലർ ആവണം. നമ്മുടെ സംസാരം കൊണ്ട് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മറക്കാൻ ഒരു നിമിഷം എങ്ങനെ സാധിച്ചാൽ അതിനെക്കാളും ഇങ്ങനെ എടുക്കാം, അങ്ങനെ എടുക്കാം. അപ്പൊ രണ്ട് തരത്തിൽ ഞാനത് എടുത്തു, കണ്ടോ? ഇങ്ങനെ. ഓക്കെ. അപ്പൊ അതിനെക്കാളിലും വലിയൊരു മോട്ടിവേഷൻ ഇല്ല. പിന്നെ അടുത്തത് മെയിനായിട്ട് നമ്മുടെ ദേശത്തെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. അവർ തന്നെയാണ് മോട്ടിവേഷൻ ചെയ്യാൻ യോഗ്യതയുള്ളവർ. അതുപോലെ തന്നെ ദുഃഖം, എത്ര തന്നെ ദുഃഖം വന്നാലോ അയ്യോ ഈ ജീവിതം എനിക്ക് വേണ്ടാന്ന് പറയുക, പൊട്ടിക്കറിയുക, ഇതൊന്നും ചെയ്യാൻ പറ്റിയ ആൾക്കാർ, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും മോട്ടിവേറ്റർ അല്ല എന്ന് ഉറപ്പായിട്ടും പറയാം. നമ്മൾ മോട്ടിവേറ്റർ നമ്മൾ വിചാരിച്ച ആൾക്കാരും ഇതൊന്നും ചെയ്തിട്ടും ഇല്ല. അപ്പോൾ ഇന്നലകളിൽ നിന്ന് നമുക്കുണ്ടായ ദുഃഖങ്ങളിൽ നിന്നും ഫ്യൂച്ചർ എന്ന് വെച്ചാൽ നാളെ, നമ്മൾ കാണാത്ത നാളെയിലേക്ക് ഒരു ചിന്തനയും നമ്മുടെ മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ അവരും മോട്ടിവേറ്ററാണ്. എന്ന് വെച്ചാൽ ഇന്നലകളുടെ ഒരു ലെസണാണ്, യെസ്റ്റർഡേ വാസ് എ ലെസൺ എന്ന് പറയില്ലേ. ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് നാളേക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് കുറിച്ച് വെക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ മോട്ടിവേറ്റേഴ്സാണ്. പിന്നെ അമ്മയോട് ചോദിക്കുന്നൊരു ചോദ്യം, എന്താണ് നമ്മുടെ ഒരു ഇൻസ്പയർ? നമ്മുടെ ഓരോ ചിന്തകളും ഇൻസ്പയർ ആവണം. ഇപ്പോൾ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒക്കെ നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട്, ഇപ്പോൾ അമ്മ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നമ്മുടെ ചിന്തകൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം. അങ്ങനെ ഒരു ഉപകാരപ്പെടുന്ന ഒരു ഇൻസ്പിറേഷൻ തോട്ട്സ് പറയുകയാണെങ്കിൽ എന്ത് പറയുമോ? ഇൻസ്പിറേഷൻ തോട്ട്സ് മാത്രമല്ല, നമ്മുടെ പ്രവൃത്തി കൂടി അങ്ങനെ ആയിരിക്കണം. അതായത് നമ്മളിപ്പോൾ ഇതിലൂടെ നമുക്ക് തോട്ട്സ് ആയിട്ട് പറയാൻ പറ്റും. എന്തായാലും ചെറിയൊരു ഉപമ പറയാൻ പറ്റുമോ? ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നു, പിന്നെ എന്താ പറയുക, ബർത്ത്ഡേ ആഘോഷിക്കുന്നു, അങ്ങനെ വിശേഷ ദിവസങ്ങളൊക്കെ ആഘോഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എന്താ ചിന്ത അറിയുമോ, അവരുടെ വീട്ടിൽ കഴിച്ചേക്കാളും നന്നായിട്ട് ഞാൻ കഴിക്കണം, എന്നെക്കാളും കൂടുതൽ ആയിട്ട്, അങ്ങനെ അതിനേക്കാളും നന്നാവണം. എത്ര മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിലും കൂടി അവർ ആ സമയം വരുമ്പോൾ കുറെ കാശൊക്കെ സ്വരക്കൂട്ടി വെച്ച് അവരുടെ വീട്ടിൽ അവർക്ക് പൈസ ഉണ്ടെങ്കിലും അവരെക്കാളും കൂടുതൽ നമുക്ക് കഴിക്കണം എന്നുള്ള ഒരു തോന്നൽ അത് സഹജം. ഞാൻ പറയാം, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വിഭവങ്ങളൊക്കെ ഒരുക്കി വെക്കും. ആർക്ക്? അടുത്തുള്ള ആൾക്കാർ, നമ്മുടെ ബന്ധുമിത്രാദികളെ ഒക്കെ വിളിച്ചിട്ട് ഓക്കെ അങ്ങനെ ആഘോഷിച്ചോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ആ സമയത്ത് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം, നല്ല ഭക്ഷണം കഴിക്കാൻ കൊതിച്ചിരിക്കുന്ന കുറേ അനാഥാശ്രമങ്ങളുണ്ട്, അല്ലേ? അനാഥരായിട്ട് നമ്മൾ ആരും ജനിക്കുന്നതല്ല, നമ്മൾ ആ സാഹചര്യം നമ്മൾ അങ്ങനെ ആക്കുന്നതാണ്. ഒരച്ഛനില്ലാതെ ഒരമ്മയില്ലാതെ ഒരു കുട്ടി ജനിക്കുന്നില്ല. വൃദ്ധാലയങ്ങൾ എന്ന് പറഞ്ഞാൽ മക്കൾ ഉപേക്ഷിക്കപ്പെട്ടവരാണ്. ജനങ്ങൾ എന്ന് വെച്ചാൽ മനുഷ്യർ സൃഷ്ടിച്ചതാണ് ഓരോ അനാഥാലയങ്ങളും. അങ്ങനെയൊക്കെ. അപ്പൊ നമ്മൾ ഒരു നിമിഷം ചിന്തിക്കുക, ഇത്രയും ചില സ്ഥലത്ത് കാണാം ഫുഡ് ഒരുപാട് വേസ്റ്റ് ആക്കി കളയും. അപ്പൊ നമ്മൾ ഒരു നിമിഷം ചിന്തിക്കണം, എന്താ അറിയും, ഇത്രയും നമ്മൾ ഉണ്ടാക്കിയിട്ട് അവർ അതൊന്നും തൊടും ഇതൊന്നും തൊടും, എല്ലാം കൂടി കഴിക്കാനൊന്നും പറ്റില്ല. ഇറച്ചിയും മീനും ചിക്കനും മട്ടനും എല്ലാം ഉണ്ടാവും, ബീഫും ഒക്കെ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ടോ സാധനങ്ങൾ എല്ലാവർക്കും വേണമെങ്കിൽ കഴിയും. അങ്ങനെയുള്ളത് ചെയ്തിട്ട് കുറച്ച് മിച്ചം, അതായത് ഇപ്പോൾ ഒരു 500 രൂപയാണോ 1000 രൂപയാണോ ഒരാൾക്ക്, എന്താ പറഞ്ഞാൽ ഒരു അനാഥാശ്രമത്തിന് മുഴുവൻ ഭക്ഷണം കൊടുക്കാൻ പൈസ ഇല്ലാത്തവർക്ക് ചിലപ്പോൾ പറ്റില്ല, അല്ല എല്ലാവരെ കൊണ്ടും അത് കഴിയുന്ന കാര്യമില്ല. അപ്പം നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞു, പൈസ ഉള്ളവരാണെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ടും അവരെ ഓർത്തിട്ട് ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് കൊടുക്കാനുള്ള ഒരു വഴി അവർ കണ്ടെത്തണം, അവർ കൊടുക്കണം അവിടെ കൊണ്ടുപോയിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ തീരെ ഒന്നുമില്ലാണ്ട് നമ്മുടെ ഈ സ്വരക്കൂട്ടി വെച്ച് ആഘോഷങ്ങൾ നടത്തുന്നവരാണെങ്കിലും കൂടി ഒരു 500-1000 കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമല്ലോ. എന്താ പറഞ്ഞാൽ ഒരു പായസെങ്കിലും വെച്ചിട്ട് അവർക്ക് കൊടുക്കാമല്ലോ ആ പൈസ കൊണ്ട്. ഇതാ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, അപ്പോൾ എൻ്റെ വീട്ടിലൊരു ചെറിയ ആഘോഷമുണ്ട്, അപ്പോൾ നിങ്ങളും കൂടി എന്തെങ്കിലും ഒന്നുണ്ടാക്കി ഇതുകൊണ്ട് കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു 500-1000 കൊണ്ട് ഇതും കൊണ്ടൊരു പായസം വെച്ച് ഇവർക്കൊക്കെ കൊടുക്കുമെന്ന് പറയില്ലേ. പക്ഷെ ആ കഴിക്കുന്ന സമയത്ത് അവിടെ ഈ അനാഥാശ്രമങ്ങളിലൊരു പ്രാർത്ഥനയുണ്ട്, നമ്മളിവിടെ ഇന്ന ആളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഇത്രയും ആർഭാടങ്ങൾ നമ്മൾ കാട്ടില്ലേ,
അതിനേക്കാളും 100 ഇരട്ടി പുണ്യമാണ്. ദൈവം അതാണ് കാണുക. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അനുഭവം ഉണ്ട്, ഞാൻ പറയാം. എനിക്ക് ഇൻസ്പിറേഷൻ ആയ ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിലുള്ളതാണ്, അടുത്ത ബന്ധമാണ് എൻ്റെ. അതുകൊണ്ട് എനിക്ക് പേരൊന്നും പറയണ്ട, പറയണ്ട ആവശ്യമില്ല. അപ്പോൾ ആളെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇത്തിരി പിശുക്കത്തലുണ്ട്. വീട്ടിലെ കാര്യങ്ങളും മിതമായിട്ട് തന്നെ ചെയ്യുള്ളൂ. അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്യും. ഒന്നിനും ആർഭാടമില്ല. എന്നാൽ ഇല്ലാണ്ടല്ല, എല്ലാ സൗകര്യമുണ്ട്, സമ്പത്തുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ആള് മിതമായ രീതിയിലുള്ള ജീവിതമാണ്. പിന്നെ ആവശ്യമില്ലാണ്ട് ആർക്കും ഒന്നും കൊടുക്കില്ല. അപ്പോൾ ചിലരൊക്കെ പറയും അർത്ഥ കയ്യിൽ ഉപ്പ് തരില്ല എന്നൊക്കെ പറയും കേട്ടോ. പക്ഷേ അത്യാവശ്യം ആർക്കും ഒന്നും അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ മനസ്സിലും ആളെ കുറിച്ച് എനിക്ക് വലിയ മതിപ്പൊന്നുണ്ടായിരുന്നു. എന്താ അത് ഇത്രയൊക്കെ ഉണ്ടായി, എന്ത് ജീവിതം അതെന്ന് ഞാൻ പോലും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ പറയാൻ പറ്റിയില്ലെങ്കിലും അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ ജീവിതം. അപ്പം അങ്ങനെ വിചാരിച്ച ഒരാള് ഒരു ദിവസം ഞാൻ കാണുന്നത്, ആളുടെ ബർത്ത്ഡേക്ക് കൊണ്ടുപോയിട്ട് അവരുടെ ബർത്ത്ഡേക്ക് അനാഥാശ്രമത്തിൽ കൊണ്ടുപോയിട്ട് അവർ പൈസ കൊടുക്കണം. കുറച്ച് ആട്ടിയ എണ്ണ, വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് പച്ചക്കറികൾ, പിന്നെ ഒരു 5000 രൂപയൊക്കെ കൊണ്ടുപോയി അവിടെ കൊടുത്തിട്ട് ഇതുകൊണ്ട് അവിടെ ഉള്ള കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വെച്ച് കൊടുക്കുന്നു പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതത്ര അവർ എല്ലാ വർഷവും ആനിവേഴ്സറി ആയാലും ആരുടെ ബർത്ത്ഡേ ആയാലും അവരത് ചെയ്യാറുണ്ട്. അപ്പോൾ അതറിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആളിനോടൊരു മതിപ്പ് തോന്നി. കാരണം ഇതൊരു പുണ്യകാര്യമല്ലേ. മറ്റുള്ളവർക്ക് എന്ത് കൊടുത്തില്ല എന്നുള്ളതല്ല, പക്ഷെ ഇതൊരു പുണ്യകാര്യമാണ് ചെയ്യുന്നത് കൊണ്ട് ആളുടെ എല്ലാ ഇതും അതിലൊതുങ്ങി. അപ്പോൾ ആ മനുഷ്യനോടൊരു മതിപ്പ് തോന്നി. അപ്പം അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അയ്യോ, ഇത്രയും പിശുക്കത്തരം കാട്ടേണ്ട ഈ ആളും ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, നാളെ എനിക്കും ഇതുപോലെ ചെയ്യണം എന്ന് തോന്നി തുടങ്ങി. അന്നാണ് എനിക്ക് ഈ ഉദ്ദേശം തോന്നിയത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ആള് എനിക്കൊരു മോട്ടിവേറ്ററാണോ? തീർച്ചയായിട്ടും. അപ്പോൾ ആളുടെ അനുഭവമാണല്ലോ ഞാൻ ഫോളോ ചെയ്തത്. അപ്പോൾ അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു പേരോ 2 പേരോ ഇവരിത് ചെയ്യുന്നുണ്ടല്ലോ, നമുക്കും അത് ചെയ്യണം എന്നുള്ളൊരു നല്ല കാര്യമാണിത്. ആ നല്ല കാര്യം ചെയ്യുമ്പോൾ അതാണ് ശരിക്കുള്ള റിയൽ മോട്ടിവേഷൻ എന്ന് വെച്ചാൽ അമ്മ ഒരാളിനെ കണ്ടു, അമ്മക്കത് ചെയ്യണം തോന്നി, അമ്മ ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ വേറൊരാൾക്കത് ചെയ്യണം തോന്നും. അങ്ങനെ ആൾക്കാർ കൂടി വരുമ്പോൾ എന്താ സംഭവിക്കാറിയോ, ഈ അനാഥാലയം എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലങ്ങളിലൊക്കെ ഒരു നേരത്തിൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവർ മിതമായിട്ട് എന്തെങ്കിലുമൊക്കെ തന്നെ അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഓരോരുത്തർ ഓരോ ദിവസം എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ലോകത്തുണ്ട്. അവിടെ സമൃദ്ധിയായി ഭക്ഷണം കഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ അമ്പലത്തിൽ പോയി അവിടെ അമ്പലത്തിൻ്റെ ഭണ്ഡാരത്തിൽ കുറേ കാശ് കൊണ്ടുപോയിട്ടു അതിനൊന്നും അല്ല ദൈവം എന്താ പറയുക പ്രസന്നനാവുക. ദൈവം പ്രസന്നനാവുക നമ്മുടെ കർമ്മഫലം കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മളൊരു പാർട്ടി നടത്തുമ്പോൾ നമുക്ക് ഒരുപാട് ഗിഫ്റ്റ് കിട്ടുമായിരിക്കും അല്ലേ. ആ ഗിഫ്റ്റുകൾ നാളെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷേ ഇവിടെ കിട്ടുന്നത് ഒരു ബ്ലെസ്സിങ് ആണ്, ഒരു അനുഗ്രഹമാണ്. അങ്ങനെ ഒരു അനുഗ്രഹം, ഒരു കൂട്ടം ജനങ്ങളുടെ പ്രാർത്ഥന ഒരുമിച്ച് ഇന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ആഘോഷങ്ങളും വേണ്ടെന്നല്ല പറയണത്, ആഘോഷങ്ങൾക്കിടയിൽ ഒരു പിടി അവർക്ക് വേണ്ടി മാറ്റിവെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരുകൊണ്ട് മാത്രം അനാഥാലയങ്ങൾ ഉണ്ടായിരുന്ന ചിന്ത നമുക്കുണ്ടായ. കാരണം നമ്മളെ പോലുള്ള മനുഷ്യന്മാരാണ് അനാഥാലയങ്ങളെ സൃഷ്ടിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള അനാഥാലയങ്ങൾ ഒരു ദൈവം സൃഷ്ടിച്ചിട്ടില്ല. വൃദ്ധാലയങ്ങളും അനാഥാലയങ്ങളും ഇതൊക്കെ സൃഷ്ടിച്ചത് മനുഷ്യൻ തന്നെയാണ്. അങ്ങനെ സൃഷ്ടിച്ച അനാഥാലയങ്ങളിലെ ഉള്ള വ്യക്തികളുടെ മുഖത്ത് ഒരിത്തിരി പുഞ്ചിരി വിടരാൻ സാധിച്ച, അതിൽ നമ്മൾ കാരണക്കാരനായാൽ അത് തന്നെയാണ് ഈ ജീവിതം കൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ സിഗ്നേച്ചർ. അപ്പോൾ നമ്മൾ ഈ പുതിയ വർഷത്തേക്ക് അടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചിന്തകൾ മാറ്റം, നമ്മുടെ ഇൻസ്പിറേഷൻ തോട്ട്സ്, ഈ തോട്ട്സ് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകർന്നെടുക്കുമ്പോൾ എല്ലാവരും ഒന്ന് ചിന്തിക്കും. ഇന്ന് ദരിദ്രത പറഞ്ഞ ആൾക്കാരില്ല, ഒന്നല്ലെങ്കിൽ ഒരു രീതിയിലെല്ലാം സമ്പന്നർ തന്നെയാണ്. പിന്നെ ബുദ്ധിമുട്ടുകൾ, കടം വീടും അതൊന്നും ഇല്ലാത്ത വ്യക്തികൾ ഉണ്ടാവില്ല. വലിയവന് വലിയ കടം, ചെറിയവന് ചെറിയ കടം മുതലുണ്ടാവും. പക്ഷേ ജീവിതത്തിൻ്റെ ഈ ഒരു സുദിനങ്ങൾ, ഒരു ആനിവേഴ്സറി ആവട്ടെ, ഒരു ബർത്ത്ഡേ ആവട്ടെ, അങ്ങനെയുള്ള നല്ല ദിവസങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് വേണ്ടത് അനുഗ്രഹമാണ് അല്ലേ. അനുഗ്രഹമുള്ളപ്പോൾ നമ്മളൊരു നല്ല ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് ഉദിക്കുകയാണെങ്കിൽ നമ്മൾ സ്വയം മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കരുത്. നമ്മൾ സ്വയം ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ പോകേണ്ട സ്ഥലത്ത് നമ്മൾ തന്നെ പോകണം. പോയിട്ട് ആ സ്ഥലത്ത് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യമേ വരാറില്ല. നിങ്ങളെ തെരഞ്ഞ് ആ ദൈവം എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ നിങ്ങളെ തെരഞ്ഞു വരും. നിങ്ങൾക്ക് ഈ ലോകത്ത് നിങ്ങളോട് തന്നെ നിങ്ങൾക്കൊരു അഭിമാനം തോന്നുന്നൊരു നിമിഷമായിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സ്വയം ഒരു എന്താ പറയുക, ഒരു ഇൻസ്പിറേഷൻ ആയി ഞാൻ മറ്റുള്ളവർക്ക് ഞാൻ എന്തോ ഒരു നല്ല കാര്യം ചെയ്തെന്നൊരു ചിന്ത ആ ഒരു നല്ല ദിവസം നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ.
അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് എത്ര ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും നമ്മൾ നേരിട്ട് പോയി ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ ഒരു അമ്പലത്തിൽ കിട്ടുന്ന ഒരു സംതൃപ്തി ഇല്ലേ, അതെ അത് വേറെ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ എവിടെയോ ദൂരെ ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു ദൈവത്തിനെ വിളിക്കാനെക്കാട്ടിലും ആ അമ്പലത്തിൽ പോയിട്ട് ഒരു 5 മിനിറ്റ് ഇരിക്കുന്നതിൻ്റെ സന്തോഷമില്ലേ, അതുപോലെയാണ് നിങ്ങൾ കൊടുക്കുന്ന ചെറിയ കാര്യമാണെങ്കിലും നിങ്ങൾ എവിടെയാണോ അത് കൊണ്ടുപോയി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നേരിട്ട് പോയിട്ട് അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. ആ സന്തോഷം ആ ദിവസം നിങ്ങൾ അത് കൊടുത്തിങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കും ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സംതൃപ്തി ഉണ്ടാവും. കഴിക്കുന്ന ഭക്ഷണത്തിന് ഞാൻ നല്ലൊരു കാര്യം ചെയ്തു, എന്നിട്ട് ഞാൻ സംതൃപ്തിയായിട്ട് ഭക്ഷണം കഴിക്കേണ്ടി വരുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അല്ലാണ്ട് നമ്മൾ വാതിലടച്ചിട്ട് ഒരു ടേബിൾ മുഴുവൻ സാധനം വെച്ച് കഴിച്ചിട്ട് എന്താണ് കാര്യം? അപ്പോൾ ഇന്ന് എന്തുകൊണ്ടാണ് ഈ അംബുജാശ്ശേരി ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടിറക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ സന്തോഷം കുറിച്ച് കാണാണ്ട് അമ്മയ്ക്ക് ഇന്ന് എന്നെ ഒരു രീതിയിലും ശല്യപ്പെടുത്തിയിട്ടില്ല. അന്ന് എന്നാലും ഞാൻ അത്ര ശല്യമൊക്കെ പെടുത്തണം, എന്നാലാണ് അമ്മ ഉഷാറാവുള്ളൂ. തീരെ ശല്യപ്പെടുത്താനൊന്നും അമ്മ അവാർഡ് സിനിമ പോലെയാവും. പണ്ടൊക്കെ ഈ എന്താ പറയുക ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്കൊരു സിനിമ വരുന്നുണ്ടായിരുന്നു, ഓർമ്മയുണ്ട് ദൂരദർശനിൽ. ഒരു ദിവസം ബംഗാളി വന്നാൽ ബംഗാളിനെ നോക്കിക്കൊണ്ടിരിക്കും, വേറൊരു ഗതിയില്ല. അപ്പോൾ അതുപോലെ അമ്മയിൽ നിന്ന് ചുമ്മാ വിട്ടത് എന്തിനാന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ കാലുവേദന അമ്മയ്ക്കുള്ളപ്പോൾ ദുഷ്ടൻ രഞ്ജിത്തെ നിനക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റി, അങ്ങനെ ഒന്നും എന്നെ കുറ്റം പറയരുത്. ഞാൻ രാവിലെ ഒരു 1.5 മണിക്കൂർ ആ കാല് ഒഴിഞ്ഞു കൊടുത്തു. അപ്പോൾ ഇനി ഇപ്പം എങ്ങനെയുണ്ടമ്മ സുഖമുണ്ടോ എന്ന് പറയുമ്പോൾ അമ്മ പറയാണ്, നീ കാല് ഒഴിയുമ്പോൾ എന്നെ വിറ്റ പകരം വിറ്റതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇത്രയും മേനിപ്പിച്ചിട്ടാണോ കാല് ഒഴിയാറ്? അല്ല, ഉളുക്കിന് അങ്ങനെ തന്നെയാണ് ഒഴിയുക, മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും ഞാൻ കാലൊഴിഞ്ഞതിൻ്റെ ഒരു ലക്ഷണം ഉച്ചയാകുമ്പോഴേക്ക് മാറുന്നൊക്കെ അമ്മ വെല്ലുവിളിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കാൻ ഞാൻ അമ്മേനെ സമ്മതിക്കുന്നില്ല. അച്ഛൻ ഏതാണ്ടൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇറങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ പോകാം കേട്ടോ. വേണ്ടാന്ന് പറയരുത്. വേണ്ടാന്ന് പറഞ്ഞ അച്ഛൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു വടി എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ, മനസ്സിലായില്ലേ? പിന്നെ വേണ്ടേ അമ്മ എന്താ അങ്ങോട്ട് ഇരുന്നിട്ട് മന്ത്രം ചെയ്യണത്? പറയണ്ടേ? ഒന്നിങ്ങനെ റോളാക്കി ഒന്നിങ്ങനെ മടക്കി ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ എങ്ങനെ 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 കാണിക്കും, അങ്ങനെ കഴിക്കുക. അപ്പൊ ഇത് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ മറന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്താണ് മോട്ടിവേഷൻ ചോദിച്ചാൽ ഇത്രയൊക്കെ വേദനകൾ ഉണ്ടായിട്ടും ഈ 10-21 മിനിറ്റ് വരെ ഇങ്ങനെ തന്നെ ചിരിച്ചിട്ട് എനിക്കൊരു വേദനയില്ല, ഇതൊക്കെ എനിക്ക് പുല്ലാണ് വന്ന് നിൽക്കാനുള്ളൊരു മനോഭാവം ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ അതൊരു മോട്ടിവേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ റിയലി വരെ മോട്ടിവേറ്റർ. പിന്നെ ഇന്നത്തെ ചിന്ത, അമ്മ പറഞ്ഞ ചിന്തയുണ്ടല്ലോ, എവിടെ നിന്ന് ഉദിച്ചു എന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ലൊരു ചിന്തയാണ്. കാരണം നമ്മൾ എന്താ പറയുക, സ്പ്രെഡ് ദ അറോമ ഓഫ് ലവ് എന്ന് പറയില്ലേ, നമ്മൾ കൊടുക്കുന്ന സന്ദേശം കൊണ്ട് ഏതെങ്കിലും മനസ്സിൻ്റെ കഥവുകളൊന്ന് തുറക്കുകയാണെങ്കിൽ, ആരെങ്കിലും ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, 1000കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മട്ടന്, ബീഫ്, ചിക്കന്, മീൻ, ഐസ്ക്രീം വന്നിട്ടൊക്കെ മേടിച്ച് വെച്ച് തിന്നാനും കൂടി പറ്റാനും കൊണ്ട് കൊട്ടിക്കളയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ആർഭാടങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആഘോഷിക്കണം, പിറന്നാളാണെങ്കിൽ ആഘോഷിക്കണം, ആനിവേഴ്സറി ആഘോഷിക്കണം, ഒക്കെ ചെയ്യണം. അതിൻ്റെ ഒപ്പം ചെറിയൊരു നല്ല കാര്യങ്ങൾ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു പുതിയൊരു ചിന്ത ഈ 2024 അവസാനിക്കുമ്പോൾ ഏതാണ്ട് ദിവസങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു പുതിയ ചിന്തയോടുകൂടി നമ്മുടെ പ്രാരംഭങ്ങൾ ആരംഭിച്ച് നോക്കൂ. എല്ലാ കൊല്ലം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതൊരു വലിയ അനുഗ്രഹമാണ്. എന്താ പറയുക, ഏതൊരു പാവപ്പെട്ട ഒരാൾക്ക് പോലും ഒരു കൊല്ലത്തിലല്ലേ ഒരു ബർത്ത്ഡേ വരിക, അന്നൊരു 2000 രൂപ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവർക്കുള്ള ഭക്ഷണത്തിന് വേണ്ടി കൊടുക്കാൻ പറ്റാത്തവരാരുമില്ല. അത് നേരിട്ട് കൊണ്ടുപോയി കൊടുത്താൽ ഈ 2000 രൂപ അല്ലെങ്കിൽ 1000 രൂപ, 1000 രൂപ കൊണ്ട് ഒരു പായസമൊക്കെ വെക്കാമല്ലോ. ഒരു പായസം വെച്ചിട്ട് ഇവർക്കൊക്കെ കൊടുക്കും, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് അല്ലെങ്കിൽ ഇന്നെൻ്റെ ആനിവേഴ്സറി ആണ്. അങ്ങനെ പറയുമ്പോഴില്ലേ അവർ അത്രയും പേര്, എത്ര പേരുണ്ടാവും അവിടെ നമുക്കറിയില്ലല്ലോ, ഒരു 25, 30, 40 ഒക്കെ ഉണ്ടാവും ചില സ്ഥലങ്ങളിൽ, ചെറിയ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അവരുടെ ആ സന്തോഷമില്ലേ, അവരുടെ അനുഗ്രഹമില്ലേ, അതായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ഭഗവാൻ പോലും അപ്പോഴാണ് നമ്മളെ അനുഗ്രഹിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു തൃപ്തിയാണ്. അത് കൊടുത്തിട്ട് വരില്ലേ, അപ്പോൾ നമുക്ക് മനസ്സിന് എന്തോ ഒരു തൃപ്തി അനുഭവിച്ചറിഞ്ഞത് കൊണ്ടാണ് പറയുന്നത്. എന്താ പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഒരു എന്താ പറയുക, ഒരു സംതൃപ്തിയാണ് നമുക്ക്. അയ്യോ, അവരിന്ന് നമുക്ക് എൻ്റെ കൈ കൊണ്ട് കിട്ടിയത് കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുമല്ലോ എന്നുള്ളൊരു സംതൃപ്തി ഉണ്ടല്ലോ, അത് നമുക്കും കിട്ടും, അനുഗ്രഹം കിട്ടും. പിന്നെ ഭഗവാൻ നേരിട്ട് നമ്മളെ അപ്പോഴാണ് അനുഗ്രഹിക്കുക. ആരുമില്ലാത്തവർക്ക് ആരൊക്കെയോ ആയി മാറുക. പിന്നെ അവിടെ ഇങ്ങനെ നിത്യ സാന്നിധ്യം ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലം നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടാവുമല്ലോ, പോയി വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ ആൾക്കാരുണ്ടെന്നൊരു തോന്നലും വരും. കാരണം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുഖപരിചയം അവർക്കുണ്ടാവും, അവൻ്റെ മുഖപരിചയം നിങ്ങൾക്കുണ്ടാവും, നിങ്ങളറിയാതെ പുതിയൊരു ബന്ധം നിങ്ങൾക്കുണ്ടാവും, കുറേ ആൾക്കാരുണ്ടാവും, ഒരു കുടുംബം നിങ്ങൾക്കുണ്ടാവും, ആ സന്തോഷം നിങ്ങൾക്കുണ്ടാവും. എത്രയോ അമ്പലങ്ങളിലും പള്ളികളിലും അവിടേക്ക് ഇവിടേക്ക് നേർച്ചയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന എത്രയോ കാശുകളില്ലേ, അതൊക്കെ ഏതാണ്ടൊക്കെ സമയങ്ങളിൽ നമ്മളെല്ലാം ചെയ്യാറുണ്ടല്ലോ. അതുപോലെ മനുഷ്യന്മാർ സൃഷ്ടിച്ച ഇങ്ങനെയുള്ള അനാഥാലയങ്ങൾ, മനുഷ്യന്മാരുണ്ടാക്കിയത്, മനുഷ്യന്മാരുടെ ചിന്തകൾ കൊണ്ട് ഉണ്ടായ
ഇങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവിടെ ഒന്നും പറയാത്ത ആ ദൈവിക മനസ്സുള്ള ആ പാവം പിഞ്ചു കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ കുറേ അമ്മമാർ അവരൊക്കെ മനസ്സിൽ ഒരു നിമിഷം ചിന്തിച്ചാൽ മതി നമ്മൾ ഇതുവരെ അഥവാ വല്ല പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി കഴുകിപ്പോവും. ഗംഗയിൽ 1000 വട്ടം മുങ്ങി അടിക്കുന്നതിനേക്കാളും നല്ലതാണ് ഒരു നല്ല ചിന്ത അല്ലേ. ഇപ്പൊ എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞ ഒരാളിനെ കുറിച്ച് എനിക്ക് എന്തല്ലേ എങ്ങനെയൊക്കെ ജീവിക്കുന്നത്, ഇത്രയും പിഷ്കത്തരം എന്നൊക്കെ പറഞ്ഞ ആളിനോട് എനിക്ക് മതിപ്പ് തോന്നി, ബഹുമാനം തോന്നും തീർച്ചയായിട്ടും. അപ്പൊ എന്തുകൊണ്ടാണ് ആളുടെ പ്രവൃത്തി അതുപോലെ ആയിരിക്കണം നമ്മുടെ ആളിന്റെ ഒരു കാര്യം നോക്കിയിട്ട് അമ്മ അതിൽ നിന്ന് പഠിച്ചു, അമ്മയുടെ കാര്യം നോക്കിയത് ഞങ്ങൾ മക്കൾ പഠിച്ചു, ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അത് പഠിക്കും. അങ്ങനെ ഇത് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഒരുപാട് ജനക്കൂട്ട നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ സ്നേഹത്തോടെ വീട്ടിലൊരു വിശേഷം നടന്നാലും ഒരു ചെറിയ പങ്ക് കൊണ്ടേ ഒന്ന് കൊടുത്തു തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും എല്ലാ ഐശ്വര്യം ഉണ്ടാവും. അല്ല അമ്പു, ഇപ്പൊ കാലുവേദനയൊന്നും ഇല്ലേ? കാലുവേദന വന്നു. അപ്പതാ ഈ ചപ്പാത്തി റോൾ കഴിക്കാൻ വരുമ്പോ നിങ്ങൾ വരുമ്പോ ഞാൻ ചൂടായിട്ട് ഉണ്ടാക്കി തരാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഒരു കാര്യം നിങ്ങൾ ഓർത്തേ പറ്റൂ. എത്രയൊക്കെ വേദനകൾ ഉണ്ടെങ്കിലും ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധം അമ്മയ്ക്ക് വന്നപ്പോൾ നമ്മുടെ വേദന പോലും അമ്മ മറന്നു എന്നുള്ളത്. അതാണ് അതിന്റെ സത്യം അല്ലേ. അപ്പൊ ഇത് കഴിക്കാൻ വരുന്ന